ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലെ ഒരു കുഞ്ഞ് ഈവനിങ് ആണ് കാണിക്കുന്നത്. ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തിയും അതിൻ്റെ ഇലയും കൂടെ പിച്ചാനായിട്ട് ഇറങ്ങി. അങ്ങനെ അതെല്ലാം പിച്ചിട്ട് വന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. 2 വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ആദ്യമേ കല്ലിലിട്ട് ഉരച്ച് എടുക്കാമെന്നാണ് വിചാരിച്ച്. അപ്പം അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഞൊടിയെടുക്കാൻ പെട്ടെന്ന് അത് കിട്ടുമെന്നുള്ളത്. അങ്ങനെ ആദ്യമേ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഇല കുറച്ച് പാടാണത് നമുക്ക് ഞൊടിയെടുക്കാനായിട്ട്. പൂ പെട്ടെന്ന് ഞൊടിയെടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ രണ്ടായിട്ടിട്ടാണ് മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ പൂ പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിന്നെ അത് ഒരുമിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഞൊടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു വെള്ള തുണിക്കകത്ത്, നല്ലൊരു തുണിക്കകത്ത് അത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം 2 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ കുട്ടി ഹെൽപ്പറും കൂടെ ഉണ്ട്. അങ്ങനെ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തലയിൽ തേക്കുവാണ്. അവിടെ നമ്മുടെ കുട്ടി ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. അമ്മ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനാണ് എനിക്കത് പിടിച്ചു തരുന്നത്. അങ്ങനെ എൻ്റെ തലയിൽ തേക്കുന്നുണ്ട്. അപ്പം ആദൂനും വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിലും കൂടെ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തലയിൽ തേച്ചിട്ട് നമ്മൾ മുഖത്തും കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാപ്പിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മുഖത്ത് ടാനൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് ആദൂനുള്ള ഏത്തപ്പഴം റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദൂനെ ഈത്തപ്പഴമൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം കുളിക്കാൻ പോവുകയാണ്. ആദൂനെയും കുളിപ്പിച്ച് എനിക്കും ഒന്ന് കുളിക്കണം. അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് കുളിക്കുന്നത്. അങ്ങനെ കുളിച്ച് റെഡിയായി വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം കാവ്യം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവൾക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി അവളെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നേ. അങ്ങനെ തിരിച്ചു വന്നിട്ട് നമുക്കിനി നാമം ചെല്ലണം, ജയ് ശ്രീറാം എഴുതണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നേ ഞാനും അതും. അപ്പോൾ അതും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ക്യാമറ കണ്ടുകൊണ്ടാണ് നോക്കുന്നത്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ച് അവനെ വിട്ടതിന് ശേഷം ഞാനിനി ജയ് ശ്രീറാം എഴുതാൻ വേണ്ടിയിട്ടിരുന്നേ. അങ്ങനെ ഇന്നും നമ്മൾ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തേക്കുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ. ഓക്കെ, താങ്ക്